ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് പരിസര പഠനമാണ് കേട്ടോ. ഭാഗം 1 സ്റ്റാൻഡേർഡ് 3. സ്റ്റാൻഡേർഡ് 3 പരിസര പഠനം ഭാഗം 1. അപ്പോൾ പുതിയ ബുക്കൊക്കെ ആയിട്ടില്ലേ, പുതിയ ബുക്കാണ് കേട്ടത്. അപ്പം എന്താണ് പരിസര പഠനത്തിന് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പാഠം എന്താണ്? ഹരിതഭൂമിയാണ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഹരിതഭൂമി പറയുന്നത് തൊട്ടുവാ പൈങ്കിളിയെ എന്നാണ് അല്ലേ. അപ്പൊ എന്താ ഒരു പാട്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് പാടി വെക്കാലോ. തെയ്യക്കം 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 താര മാമരം തൊട്ടുവ പൈങ്കിളിയേ, കിളി തൊട്ട മരമേത്, മരമതിൻ പേരെന്ത്, വലുതെന്നോ ചെറുതെന്നോ പറയാമോ, തെയ്യക്കം 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 താര പൂവൊന്നു തൊട്ടുവ പൈങ്കിളിയേ, കിളി തൊട്ട പൂവേത്, പൂവിൻ്റെ പേരെന്ത്, പൂവതിൻ നിറമെന്ത് പറയാമോ, തെയ്യക്കം 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 താര ഇലയൊന്നു തൊട്ടുവ പൈങ്കിളിയേ, കിളി തൊട്ട ഇലയേത്, ഇലയതിൻ പേരെന്ത്, ഇല തന്നാകൃതി പറയാമോ. അപ്പൊ ഇതാണല്ലേ പാട്ട് പാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ. ഈ കളി നമുക്കും കളിച്ചാലോ. കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു എന്ന് പറയാ. ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം എന്റെ പരിസര പാഠപുസ്തകത്തിൽ എഴുതുക. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കിളിനോട് പറയുകയാണല്ലേ. കിളി തൊട്ട കിളിനോട് എന്താണ് പറയുന്നത്? മാമരം തൊട്ടുവാ പൈങ്കിളിയാന്നാ പറയുന്നത് അല്ലേ. അപ്പൊ മാമരം തൊടാൻ പറഞ്ഞപ്പോ ആ കിളി തൊട്ട മരം ഏതാന്ന് ചോദിക്കുന്നുണ്ട്, മരത്തിന്റെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. വലിയ മരമാണോ ചെറിയ മരമാണോ ചോദിക്കുന്നുണ്ട് അല്ലെ. കിളി തൊട്ട മരം ഏതാന്ന്. പിന്നെ രണ്ടാമത്തെ എന്താ പറയുന്നത്? കിളിനോട് എന്താ പറയുന്നത്? പൂവ് തൊട്ടുവാന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ കിളി തൊട്ട പൂവ് ഏതാന്നും പൂവിന്റെ പേരെന്താന്നും പൂവിന്റെ നിറം എന്താന്നും പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെന്താ പറയുന്നത്? അടുത്ത പൈങ്കിളിനോട് എന്താ പറയുന്നത്? ഇല തൊട്ട് വരാൻ പറഞ്ഞില്ലേ. കിളി തൊട്ട ഇല ഏതാന്നും പിന്നെ ഇലന്റെ പേരെന്താന്നും പിന്നെ ഇലന്റെ ആകൃതി എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ. ഇലന്റെ ഷേപ്പ് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് കുട്ടികൾ കളിക്കുകയാണ് അതായത്. അപ്പൊ നമുക്ക് ഈ കളി കളിക്കാന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താണ് മരങ്ങളെ പേരും മരന്റെ പേരും ഒക്കെ പറയാല്ലേ. ഇലന്റെ ആകൃതിയൊക്കെ നമുക്ക് പറയാല്ലേ. ഇനി ഏതെല്ലാം ഭാഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്? സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് വരച്ചു ചേർക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? സൈറ അത്രേ വരച്ചിട്ടുള്ളൂ അല്ലെ. ഇനി നമുക്ക് എന്താ? വേര് അല്ലെ. ഏതൊക്കെ ഭാഗമാണ്? വേരുണ്ട് അല്ലെ. പിന്നെയോ പിന്നെന്താ ഉള്ളത്? അവിടെ ഒരു ഇല ഉണ്ടാവും അല്ലെ. എന്താണ്? ഒരു ഇല ഉണ്ടാവും. ഇല ഉണ്ടാവും അല്ലെ. പിന്നെന്താ ഉണ്ടാവുക? പിന്നെന്താ? ഒരു പൂവ് ഉണ്ടാവും അല്ലെ. ഒരു പൂവ് വരയ്ക്കാം നമുക്ക്. പിന്നെന്താ ഉണ്ടാവുക? നിങ്ങൾ വൃത്തിയിൽ വരയ്ക്കാട്ടോ. ഒരു പൂവ് ഉണ്ടാവും. പിന്നെ ഒരു മുട്ടുണ്ടാവും. ചെടിക്കൊരു മുട്ടുണ്ടാവൂലേ. ഒരു പൂവിന്റെ മുട്ടുണ്ടാവും അല്ലെ. പിന്നെയോ വേറെ എന്താ ഉണ്ടാവുക? തണ്ട്, ഇല, വേര് അല്ലെ. അപ്പം വേറെന്താ ഉണ്ടാവുക? ഒക്കെ നിങ്ങൾ എന്താക്കുക? വരച്ച് ചേർക്കുക കേട്ടോ. ഓക്കെ. അപ്പം സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ നമുക്ക് പരിചയപ്പെടാം. തണ്ടിന് എന്താ പറയാ അറിയാം? കാണ്ഡം എന്ന് പറയും കേട്ടോ. കാണ്ഡം എന്ന് പറയും. ഇലക്ക് പത്രം എന്നും പറയും. വേരിന് മൂലം എന്നും പറയും കേട്ടോ. ഈ തരം തിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? ഏതെല്ലാമാണ് വ്യത്യാസങ്ങൾ? എന്തെല്ലാം ഈ സസ്യങ്ങളുടെ വ്യത്യാസങ്ങൾ? വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. പിന്നെയോ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. പിന്നെയോ പല എന്തൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുന്നത് അതൊന്നും ഇവിടെ എഴുതുക കേട്ടോ. ഇനി നോക്കുക. ഇവിടെ നമുക്ക് നോക്കാം. ചിത്രത്തിൽ എന്തെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെ സസ്യങ്ങൾ കാണുന്നുണ്ട്? ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഇവ എത്ര കാലം നിലനിൽക്കുന്നു? നിങ്ങളുടെ നിരീക്ഷണങ്ങളെ പട്ടികയിൽ ടിക്ക് ചെയ്യുക. സ്കൂൾ ജൈവവൈദ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് എന്താക്കുക? ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചിത്രത്തിൽ എന്തെല്ലാം സസ്യങ്ങൾ അവിടെ കാണുന്നത് നോക്കി. എന്തൊക്കെയുണ്ട്? അവിടെ റോസ് ഉണ്ട്, തെങ്ങുണ്ട്, പിന്നെന്താണ്? നെല്ല് അല്ലെ. പിന്നെയോ തെച്ചിണ്ട്, ചെമ്പരത്തി ഉണ്ട്, ചീര, പിന്നെന്താ? ആൽമരം, തൊട്ടാവാടി അല്ലെ. അങ്ങനെ മാവ് അല്ലെ. ഇതൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ തണ്ടുകളുടെ സവിശേഷത എന്തൊക്കെയാണ്? തെങ്ങിന്റെ ഉറപ്പുള്ളൊരു തണ്ടാണോ? ഇതിനാ ഈ നെല്ലിന്റെ എന്താണ് സ്ഥിതി?
അതുപോലെ തെച്ചീൻ്റെ ഒക്കെ തണ്ടുകളെ സവിശേഷത എന്തൊക്കെയാണ്, വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് ഇതിന്, പിന്നെ എത്ര കാലം നിലനിൽക്കുന്നുണ്ട്, ഇവരൊക്കെ എത്ര കാലം നിൽക്കുന്നുണ്ട്, കുറേ കാലം നിലനിൽക്കുവാണോ? ചില ചെടികളൊക്കെ കുറച്ച് കാലം നിൽക്കുള്ളൂ അല്ലേ, ചില ചെടികളോ കുറേ കാലം നിലനിൽക്കും അല്ലേ. അപ്പൊ നോക്കൂ, സസ്യം ചീര നോക്കൂ, അതിന്റെ തണ്ട് എങ്ങനെയാ, മൃദു ആയതാണോ, കാഠിന്യമുള്ളതാണോ, വളരെ കാഠിന്യമുള്ളതാണോ? അപ്പോൾ ചീര എന്താണ്, മൃദുവായതാണ് അല്ലേ. വലുപ്പത്തിലോ ചെറുതാണ് അല്ലേ. ഇടത്തരം വലുതായി ചെറുതാണ് ചീര. പിന്നെ നിലനിൽക്കുന്ന കാലം അല്ലെ, മാസങ്ങൾ നിലനിൽക്കും അല്ലെ, വർഷങ്ങളോളം നിൽക്കൂല, വളരെയധികം വർഷങ്ങൾ നിൽക്കൂല അല്ലെ, മാസങ്ങൾ നിലനിൽക്കും ചീര. ഈ ചെമ്പരത്തിന്റെ കാഠിന്യമുള്ളതാണ് അല്ലെ. ഇത് തണ്ട് വലുപ്പത്തിലോ ഇടത്തരാണ് അല്ലെ. പിന്നെ വർഷങ്ങൾ നിലനിൽക്കും ചെമ്പരത്തി അല്ലെ. മാവ് വളരെ കാഠിന്യമുള്ളതാണ് അല്ലെ. പിന്നെ വലുപ്പത്തിലോ വലുതാണ് അല്ലെ. പിന്നെയോ വളരെയധികം വർഷങ്ങൾ നിലനിൽക്കും മാവ് അല്ലെ. പിന്നെ തെങ്ങ്, റോസൊക്കെ കണ്ടില്ലേ, അതൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുതുക കേട്ടോ. പട്ടിക പൂർത്തിയാക്കുക. ഈ പട്ടികയിൽ നിന്നല്ല എന്തെല്ലാം നിങ്ങൾക്ക് മനസ്സിലായത്? സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച. ചീര എന്താ പറയുന്നത്? എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഔഷധികൾ എന്നാ വിളിക്കുക. ഞങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്ന് എഴുതാനാ പറയുക. തണ്ട് മൃദുവാണ് അല്ലെ, ഇവരെ തണ്ട് മൃദുവാണ്, ആഴത്തിൽ വേരോട്ടവും ഇല്ല അല്ലെ. പിന്നെ നിങ്ങൾക്ക് ഈ ചീരനെ കുറിച്ച് എന്താ അറിയാം, അത് എഴുതുക. അപ്പൊ ചീരന്റെ എന്താണ്, തണ്ട് മൃദുവാണ് അല്ലെ. അതിന്റെ തണ്ട് മൃദുവാണ്, പിന്നെ ആഴത്തിൽ വേരോട്ടം ഇല്ല, അതൊക്കെയാണ് അല്ലെ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാ അതിനെ കുറിച്ച് അറിയാനോ അത് എഴുതുക. ഇനി നോക്കൂ, ഇതെന്താ പറയുന്നത്? മാവ് വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ, ഞങ്ങളാണ് മരങ്ങൾ അല്ലെ. മരങ്ങൾ എന്ന് അവർ പറയാ അല്ലെ. ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതാം അല്ലെ. വളരെ കാഠിന്യമുള്ള തണ്ടാണ് അല്ലെ. പിന്നെന്താ ഉള്ളത്? ആഴത്തിൽ വേരോട്ടം ഉണ്ട് അല്ലെ. പിന്നെ എന്തൊക്കെയാ നിങ്ങൾക്കറിയാം, അത് എഴുതുക കേട്ടോ. ഇനി തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണ് അല്ലെ. എന്താണിത്? ചെമ്പരത്തി പറയാണ് അല്ലെ. എന്താണ്? തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും എന്താണ്, ഞങ്ങളും ചെറിയ ചെടികളാണ് അല്ലെ. ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ചെമ്പരത്തിനൊക്കെ കുറ്റിച്ചെടി എന്നാ വിളിക്കുക അല്ലെ. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. കട്ടിയുള്ള തണ്ടാണ്, പിന്നെ ആഴത്തില് വേരോട്ടുണ്ടോ, പിന്നെ വർഷങ്ങളോളം നിൽക്കുന്നുണ്ടോ, അതൊക്കെ എഴുതുക കേട്ടോ. പിന്നെ ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽ പെട്ടവർ ആരെല്ലാം ആയിരിക്കും? ഒന്ന് പൂർത്തിയാക്കുന്നത്. ഔഷധികൾ ചീര, പിന്നെ കറിവേപ്പ് അല്ലെ, പിന്നെ തുളസി, പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഔഷധങ്ങളെ പേരൊക്കെ എഴുതുക. കുറ്റിച്ചെടികൾ എന്തൊക്കെയാ? ചെമ്പരത്തി കുറ്റിച്ചെടിയാണ് അല്ലെ. പിന്നെ എന്തൊക്കെയാണ് കുറ്റിച്ചെടികളായിട്ട് വരുന്നത്, അത് എഴുതുക. മരങ്ങൾ, മാവ്, പിന്നെന്താണ്, തെങ്ങ്, അതൊക്കെ മരങ്ങളിൽ പെടും അല്ലെ, അതൊക്കെ എഴുതുക. ഇനി ചേർത്ത് വരയ്ക്കാൻ കുറ്റിച്ചെടികൾ, ഔഷധികൾ, മരങ്ങൾ. അപ്പൊ നോക്കൂ, ഇവിടെ ചേർത്ത് വരയ്ക്കുക എങ്ങനെയാണ്? തെങ്ങ് മരങ്ങളാണ് അല്ലെ. അപ്പൊ തെങ്ങിന്റെ അവിടെ എന്താണ് ഇത്? നമ്മൾക്ക് തെങ്ങ് മരങ്ങൾ എന്നുള്ളതിലേക്ക് കൊടുക്കുക അല്ലെ. പിന്നെ റോസാപ്പൂ ഒരു കുറ്റിച്ചെടിയാണ് അല്ലെ, അവിടെ എഴുതുക. പിന്നെ ഇത് മരാണ് അല്ലെ. പിന്നെ വരുന്ന ചീര എന്താ? ഔഷധിയാണ് കേട്ടോ. പിന്നെ വരുന്ന എന്താണ്? തെച്ചി അല്ലെ. തെച്ചി എന്താണ്? ഒരു കുറ്റിച്ചെടിയാണ് അല്ലെ. പിന്നെ വേറെ വരുന്ന എന്താണ്? ഇത് നെല്ലല്ലേ. എന്താ, നെല്ലാണോ? പിന്നെ മൂക്കുത്തി അല്ലെ. ഇതെന്താണ്? ഔഷധമാണ് അല്ലെ. ഇടയിൽ കൊടുക്കുക. ഓക്കെ. അപ്പൊ എന്താണ്, ഇങ്ങനെ നിങ്ങൾ കൂട്ടി ഇതാക്കുക കേട്ടോ. പിന്നെ അടുത്തത് നോക്കൂ, വള്ളിച്ചെടികൾ അല്ലെ. വള്ളിച്ചെടികൾ നിങ്ങൾക്കറിയില്ലേ കൂട്ടുകാരെ? ഞങ്ങൾ വള്ളിച്ചെടികളാണ്. ഞങ്ങളും ഇവിടെ ഉണ്ട്. വള്ളിച്ചെടികളും ഞങ്ങളായ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ വള്ളിച്ചെടികളിൽ എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകള്? വള്ളിച്ചെടിയിലാണ് ഈ തണ്ണിമത്തൻ ഉണ്ടാവുന്നതും, പിന്നെ കക്കിരി, പിന്നെ എന്താണ് വെള്ളരി, അങ്ങനത്തെ ഒക്കെ വെജിറ്റബിൾസ് ഇല്ലേ, ചില വെജിറ്റബിൾസ് ഒക്കെ എന്താണ് ഈ വള്ളിച്ചെടികളിലാണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? വള്ളികളായി പടരുകയാണ് അല്ലെ. പിന്നെ ഇതിങ്ങൾക്ക് നിവർന്ന് നിൽക്കാൻ കഴിയില്ല. പിന്നെ എന്തൊക്കെയാ പ്രത്യേകത എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പരിസരം നിരീക്ഷിച്ച് വള്ളിച്ചെടികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. വള്ളിച്ചെടികൾ 2 തരമുണ്ട് അല്ലെ. നിലത്ത് പടർന്ന് വളരുന്നവയുണ്ട്, പിന്നെ താങ്ങിൽ പറ്റി പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയുണ്ട് അല്ലെ. നിലത്ത് പടർന്ന് പിടിക്കുന്നതുണ്ട് അല്ലെ. അങ്ങനത്തെ വള്ളിച്ചെടിയുണ്ട്. അതുപോലെ മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ച് കയറുന്ന വള്ളിച്ചെടിയുണ്ട് അല്ലെ. സസ്യങ്ങൾ ജലത്തിലും, അതുപോലെ സസ്യങ്ങൾ വെള്ളത്തിലുണ്ട് അല്ലെ. പുഴയിലും അതുപോലെ കുളത്തിലും ഒക്കെ വയലിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ? സസ്യങ്ങൾ
ഈ വെള്ളത്തിലൊക്കെ ഉണ്ടല്ലേ, ജലത്തിലുണ്ട് അല്ലേ. ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണെന്ത് ജലസസ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണെന്ത് ജലസസ്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകത എഴുതി നോക്കുക. കൂടുതൽ ജലസസ്യങ്ങൾ കണ്ടെത്തി എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കൂ എന്തൊക്കെയാ, താമര ഉണ്ട് അല്ലെ, പിന്നെ ആമ്പല്, പിന്നെ എന്തൊക്കെയാ ഉള്ളത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ദെൻ വിത്തിന്റെ ഉള്ളിലെ ജീവൻ, വിത്തിന്റെ ഉള്ളിലെ ജീവൻ അല്ലെ. നമ്മൾ അറിയാറുണ്ട് മരങ്ങളും, അതായത് വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് ഇവര് വിത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ നോക്കിയാ ഈ വിത്ത് മുളച്ചു വന്നപ്പം പറയാണ് അല്ലെ, ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന്റെ മുകളിൽ എത്തി എന്ന് പറഞ്ഞില്ലേ. വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കും വിത്ത് മുളപ്പിക്കാം. സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ എന്താക്കുക, മണൽ നിറയ്ക്കുക. 3 or 4 പയർ വിത്തുകൾ എന്താക്കുക, ഈ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസ്സിനോട് ചേർന്ന ഭാഗത്ത് എന്താ വെക്കുക, മണൽ നനയ്ക്കുക. വിത്ത് മുളച്ചു വരുന്നത് ഞാൻ നിരീക്ഷിച്ചു വെക്കുക. എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത് എഴുതുക. ഓക്കെ, വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കും? നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചിത്രവും വരച്ച് ചേർക്കുക. ഇല വരാൻ എത്ര ദിവസം എടുക്കുന്നു നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ഗ്ലാസ്സിൽ കുറച്ച് മണൽ എടുത്തിട്ട് അതിൽ പയർ വിത്ത് നട്ടിട്ട് എന്താണ് ഗ്ലാസ്സിനോട് ചേർന്ന് ഭാഗത്ത് എന്താണ് താഴ്ത്തി വെക്കുക ഈ വിത്ത് അല്ലെ. എന്നിട്ട് മണൽ ഇടക്കിടക്ക് ഇടയ്ക്കെല്ലാം നനയ്ക്കുക, മണൽ നനയ്ക്കുക അല്ലെ. അപ്പം വിത്ത് മുളച്ച് വരുന്നത് ഇങ്ങനെ നിങ്ങൾ നിരീക്ഷിച്ച് വെക്കുക. ഓക്കെ, രാവിലെയും വൈകുന്നേരമൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പം എത്ര ദിവസം കൊണ്ടാണ് ഈ മുളയ്ക്കുന്നതെന്നും അതുപോലെ എത്ര ദിവസം കൊണ്ടാണ് അതിൻ്റെ എന്താണ് വേരും ഇലയൊക്കെ വരുന്നതെന്നും നോക്കുക കേട്ടോ. ഞാനും എൻ്റെ ചെടിയും. നിങ്ങളുടെ പരിസരത്ത് ഒരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കുക. നിങ്ങളുടെ പരിസരത്ത് എന്താക്കുക, ഒരു വിത്ത് മുളപ്പിച്ചിട്ട് വളർത്തി നോക്കുക. വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ. വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളവും നൽകണം. എന്താണ് വിത്ത് മുളച്ച് ചെടി വളരുമ്പോഴാണ് എന്ത് വളം നൽകേണ്ടത് അല്ലെ. സസ്യത്തിൽ കൂടുതൽ ഇലകൾ വളരുന്നതും തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായകൾ ഉണ്ടാകുന്നതും ഒക്കെ നിരീക്ഷിക്കണേ. അപ്പൊ ഈ സസ്യത്തിന് എന്താണ് ഇലകൾ വരുന്നു, തണ്ട് വളരുന്നു, പൂക്കൾ വിരിയുന്നു, കായകൾ ഉണ്ടാകുന്നു ഒക്കെ നിരീക്ഷിക്കാം. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് ചിത്രസഹിതം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പ്രവർത്തന റിപ്പോർട്ട് ഇതാണല്ലേ. വിത്തിന്റെ പേര്, നിങ്ങൾ നട്ട വിത്തിന്റെ പേരെന്താന്ന് എഴുതുക. വിത്ത് നട്ട തീയതി എഴുതണം, ദിവസം എന്നാണല്ലോ അല്ലെ, ഡേറ്റ് എഴുതുക. മുള വന്ന ദിവസം എന്നാണ് എഴുതുക, ഡേറ്റ് എഴുതുക. ആദ്യ ഇല വിരിഞ്ഞ തീയതി എഴുതുക. 2 ഇലകൾ വന്ന തീയതി എഴുതുക. 7 ദിവസം കഴിഞ്ഞപ്പോൾ ചെടിക്കുണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഉയരത്തിലും വണ്ണത്തിലും ഇലകളുടെ എണ്ണത്തിലൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങൾ എഴുതുക. പൂവ് വന്ന തീയതി എഴുതുക, കായ് വന്ന തീയതി എഴുതുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ, ഇനി വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ അല്ലേ. അപ്പൊ വിത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ ചെടി ഉണ്ടാക്കുക, വിത്തിൽ നിന്ന് ചെടി ഉണ്ടാവും അല്ലേ. പിന്നെ നോക്കൂ, വിത്തിൽ നിന്നല്ലാതെ നമുക്ക് ചെടികൾ ഉണ്ടാക്കാൻ കഴിയും. കൂട്ടി പറയുന്ന നോക്കൂ, ഈ കറിവേപ്പിന്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണ് ഇതെല്ലാം അല്ലെ. അപ്പൊ കറിവേപ്പിന്റെ വേരിൽ നിന്നാണ് എന്ത് അതിന്റെ തൈകൾ ഉണ്ടാകുന്നത് അല്ലെ. ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. ഇലമുളച്ചിയുടെ തൈകൾ എന്താ അതിന്റെ ഇലയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ വേരിന്നും ഉണ്ടാവുന്നുണ്ട്, ഇലയിന്നും ഉണ്ടാവുന്നുണ്ട് അല്ലെ തൈകള്. സ്കൂൾ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി സൈറയും കൂട്ടരും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയവ നടാൻ തീരുമാനിച്ചു. നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരം തിരിച്ച് എഴുതുക. ഓരോ ഇനത്തിനും പെട്ട കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത്, വേര്, കാണ്ഡം, ഇല. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരം തിരിച്ച് എഴുതാണ്. അപ്പൊ വിത്തിൽ നടുന്ന ഏതൊക്കെയാണ് ഇതില്? ചെത്തിയാണ്, ചെമ്പരത്തിയാണ്, നിശാഗന്ധിയാണ്, റോസാണോ, മത്തനാണോ, മാവ്, മുല്ല, കടപ്ലാവ്. ഇതൊക്കെ വിത്ത് നിന്നാണ് നടുന്നത്. ഇനി വേരിന് നടുന്നതിൽ ഏതൊക്കെയാണ് എന്നറിയുക. പിന്നെന്താണ് കാണ്ഡത്തിൽ നിന്ന് നടുന്നത് അല്ലെ. നമ്മൾ എന്താണ് ചെമ്പരത്തിയൊക്കെ എന്താണ് നമ്മൾ അതിന്റെ തണ്ട് മുളച്ചിട്ട് എന്താണ് തണ്ട് വെട്ടിയിട്ട് നമ്മൾ എന്താക്കും, അതുപോലെ മൈലാഞ്ചി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അതിന്റെ തണ്ട് നടലാണ് ചെയ്യുന്നത് അല്ലെ. പിന്നെ ഇലയിൽ ഉണ്ടാവുന്ന ഏതൊക്കെയാണെന്നുള്ളതും എഴുതുക. ഓക്കെ, ഇനി സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും. സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങള്? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വെക്കുക. അങ്ങനെ 3 ടെസ്റ്റ് ട്യൂബിൽ എന്താക്കുക, ഒന്നില് വെള്ളം നിറയ്ക്കുക, ഒന്നില് ചുവപ്പ് വെള്ളം നിറയ്ക്കുക, മറ്റേല് വെള്ളം ഇല്ലാതെയും വെക്കുക.
മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് വെള്ളം ഇല്ലാതെ വെക്കുക. വേര് പൊട്ടി പോകാത്തതും ഒരേ വലുപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ടില്ലേ, ആ ചെടികളെടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം എന്താക്കുക, ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വെക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കണം. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്ത് മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? അപ്പൊ വെള്ളത്തണ്ടിലൂടെ ആ വേരിലൂടെ എന്താകുന്നുണ്ട്, വെള്ളം അങ്ങോട്ട് കയറുമ്പോ എന്താണ്, ആ കളർ വെള്ളം വരുമ്പോ എന്താ സംഭവിക്കുക? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്താ സംഭവിക്കുക? കാരണം എന്തായിരിക്കും? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിന്റെ നിറം മാറിയത് എങ്ങനെ? ഇതിന്റെ വേരിന്റെ പങ്കെന്ത്? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് പറഞ്ഞാൽ ചുവപ്പ് മഷി അല്ലേ, അപ്പൊ ചുവപ്പ് എന്താവും, തണ്ടിലേക്കൊക്കെ പടർന്ന് കയറും അല്ലേ. അപ്പൊ ഇതിൽ വേരിന്റെ പങ്ക് എന്തെന്നാ ചോദിച്ചു അല്ലെ. വേരിലൂടെയാണ് വെള്ളം എടുക്കുന്നത് അല്ലെ. കണ്ടെത്തലുകൾ പരീക്ഷണക്കുറിപ്പായി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ ചേർക്കുക, ചിത്രവും വരച്ച് ചേർക്കുക. അപ്പൊ എന്താ പറയുന്നത്, നിങ്ങൾ 3 ഇപ്പൊ ടെസ്റ്റ് ട്യൂബ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, 3 ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ് എടുത്തിട്ട് എന്താണ്, നിങ്ങൾ 3 ഗ്ലാസ് എടുത്തിട്ട് ടേബിളിൽ വെക്കുക. എന്നിട്ട് എന്താക്കുക, ഒന്നാമത്തെ ഗ്ലാസ്സിൽ നിങ്ങൾ വെള്ളം നിറയ്ക്കുക. അതേ അളവിൽ എന്ന രണ്ടാമത്തെ ഗ്ലാസ്സിൽ എന്താ, ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. പിന്നെന്താണ്, നിങ്ങളുടെ വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തണം കേട്ടോ. 3ലും 2ലും ഓക്കെ. മൂന്നാമത്തെ ഗ്ലാസ്സിൽ എന്താക്കുക, വെള്ളം ഇല്ലാതെ വെക്കുക. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മഷിത്തണ്ടില്ലേ, അത് നിങ്ങൾ എന്താക്കുക, പറിച്ചിങ്ങോട്ട് എടുത്തിട്ട് അത് വെയിലത്ത് വെക്കുക. അതിന്റെ വേര് പൊട്ടിപ്പോകരുത് ഓക്കെ. വേര് പൊട്ടിപ്പോകാതെ നിങ്ങൾ എന്താക്കുക, മഷിത്തണ്ട് എന്താണ് പറിച്ചെടുത്തിട്ട് വെയിലത്ത് വെക്കുക ഒരു 10 മിനിറ്റ്. അതിന് ശേഷം എന്താക്കുക, ഈ ഗ്ലാസ്സിലേക്ക് ഈ 3 മഷിത്തണ്ട് എടുക്കണേ. എന്നിട്ട് എന്താക്കുക, ഓരോ മഷിത്തണ്ടും 3 ഗ്ലാസ്സിലായിട്ട് വെക്കുക. എന്നിട്ട് എന്താക്കുക, ഈ ഗ്ലാസ്സുകൾ വെയിലത്ത് വെക്കുക. വെയിലത്ത് വെച്ച് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. പിന്നെ എന്നിട്ട് എന്താണ്, ഈ ചെടികൾക്കും ഗ്ലാസ്സിലെ വെള്ളത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ നിരീക്ഷിക്കുക. എന്ത് മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞു എന്ന് നോക്കുക കേട്ടോ. വെള്ളമില്ലാത്ത ഗ്ലാസ്സിലെ ചെടിക്ക് എന്താ സംഭവിച്ചു എന്ന് പറയാം. അതിന്റെ കാരണം എന്താണെന്നും പറയാം കേട്ടോ. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഗ്ലാസ്സിലെ ചെടിയുടെ തണ്ടിന്റെ നിറം മാറിയത് എങ്ങനെയെന്നും പറയാം അല്ലെ. ഇതിൽ പേരിന്റെ പങ്ക് എന്തെന്നും ചോദിക്കുന്നുണ്ട്, അതും പറയാം. കണ്ടെത്തലുകൾ നിങ്ങൾ സ്കൂൾ ബുക്കിൽ എഴുതുക ഓക്കെ. ചിത്രം വരച്ച് ചേർക്കുക. ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാണ്? ഇലകളിലാണ് കേട്ടോ. ഇലകളിലാണ് എന്ത്, അവരുടെ അടുക്കള ഓക്കെ. ചെടികൾ അടുക്കള എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഇലയാണ് കേട്ടോ. അപ്പൊ ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ് കേട്ടോ. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. എന്താണ് ഇത്? ഈ ആഹാരം എന്താണ്, അവരുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുകയാണ് അല്ലെ. ബാക്കി വരുന്ന ആഹാരം ചെടി അതിന്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വെക്കും. ബാക്കി ഉണ്ടാകുന്ന ഭക്ഷണ സാധനം ആഹാരം ഉണ്ടല്ലോ, അത് അതിന്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വെക്കുകയാണ് അല്ലെ. മറ്റ് ജീവജാലങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ. ഇനി വരച്ച് യോജിപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, തണ്ട് അല്ലേ. എന്താണ് ഒന്നാമത്തെ നോക്കിയ സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഏതാണ് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. വേര് വലിച്ചെടുക്കുന്ന ജലം പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. അപ്പോൾ നോക്കൂ, തണ്ടാണ് അല്ലെ. ഫസ്റ്റ് തണ്ട് വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്ന എന്താണ്, തണ്ടാണ്. ഇനി ഇലന്റെ ഇതെന്താണ്, സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുകയാണ് അല്ലെ. ഇനി വേരിന്റെ എന്താ, സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നില്ലേ. അപ്പൊ ഇത് അല്ലെ, മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത് എന്താണ്, ഈ വേര് തന്നെയാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും വേര് തന്നെയാണ് ഓക്കെ. അതെ, ഇലകളുടെ വൈവിധ്യം നോക്കാം നമുക്ക്. ഇനി നോക്കൂ, ഇലകളുടെ വൈവിധ്യം. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സസ്യങ്ങൾ നിരീക്ഷിച്ച്. അപ്പൊ നമ്പർ 1 തുമ്പ അല്ലെ. തുമ്പ കേട്ടില്ലേ? നമ്മള് ഓണത്തിനൊക്കെ തുമ്പയാണ് മെയിൻ അല്ലെ. ഇപ്പൊ തുമ്പയൊന്നും കാണാൻ കിട്ടുന്നില്ല അല്ലെ. തുമ്പ സസ്യാണ് അല്ലെ. അതിന്റെ ആകൃതി എന്താ, നീണ്ടു കൂർത്തതാണ് അല്ലെ. മണമുണ്ട് അല്ലെ. പിന്നെന്താണ്, നിറം പച്ചക്കളറ്. പിന്നെ 2 നിങ്ങൾക്ക് അറിയുന്ന എന്താണ്, നിങ്ങൾ കാണുന്ന സസ്യങ്ങളെ പേരൊക്കെ എഴുതിയിട്ട് അതിന്റെ ആകൃതിയും മണവും നിറമൊക്കെ എഴുതുക കേട്ടോ. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയെന്ന് എഴുതി നോക്കുക അല്ലെ. നിറത്തിൽ വൈവിധ്യമുണ്ട്, അതുപോലെ ആകൃതിയിലുണ്ട്, മണത്തിൽ വൈവിധ്യമുണ്ട്, പിന്നെന്താണ്, എല്ലാത്തിലും വൈവിധ്യം ഉള്ളതുണ്ട് അല്ലെ. ഇലകൾ പേപ്പറിനടിയിൽ വെച്ച് ക്രയോൺസ് ഉപയോഗിച്ച് പകർത്തി ഇലയുടെ ചിത്രങ്ങൾ വരയ്ക്കുക. രേഖാചിത്രം വരയ്ക്കുക. പാറ്റേണുകൾ നിരീക്ഷിക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഇല ഉണ്ടാക്കുക, പറിച്ചെടുക്കുക. എന്നിട്ട് എന്താക്കുക, പേപ്പറിന്റെ അടിയിൽ വെച്ചിട്ട് ക്രയോൺസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്യുക കേട്ടോ. രേഖാചിത്രം ചെയ്യുക. ഇല രൂപങ്ങൾ നോക്കൂ,
വിവിധ തരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ. ഇതുപോലെ നമുക്ക് നിർമ്മിക്കാം അല്ലെ. ഇതൊക്കെ ഇലകൾ വെച്ചുണ്ടാക്കിയതാണ് അല്ലെ. ഓല അല്ലെ. കൂമനയൊക്കെ എന്താ ഉണ്ടാക്കിയ ഈ ഇതിനൊക്കെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ അല്ലെ. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം കേട്ടോ. പൂക്കളിലെ വൈവിധ്യം എന്താണ്? എന്റെ പൂക്കൾ പറിക്കരുത്, തുമ്പയാണല്ലേ ഇത്. പൂ പറിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം? പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് എഴുതി നോക്കൂ. തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്ന പൂക്കളിൽ നിന്നാണ് അല്ലെ. പിന്നെ എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ അത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഇനി പൂക്കൾ പല വിധമുണ്ട് അല്ലെ. ഇതെന്താ? റോസാപ്പൂ. ഇതെന്താണ്? വിഷുവിനൊക്കെ ഇടുന്ന കൊന്ന അല്ലെ. പിന്നെ ഇത് മുല്ലപ്പൂ. പിന്നെ 10 മണിപ്പൂവ്. പിന്നെ ഇതെന്താ? തെച്ചിയും ജമന്തി അല്ലെ. ഒക്കെയാണ് ഇരുന്നത് അല്ലെ. പിന്നെ ചിത്രത്തിൽ നൽകിയിരുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതുക. മണത്തിലും നിറത്തിലും ആകൃതിയിലും അല്ലാതെ മറ്റേതെല്ലാം തരത്തിൽ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കൂടുതൽ പൂക്കളെ നിരീക്ഷിച്ച് എന്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. ഇനി പൂക്കാത്ത സസ്യങ്ങളും. ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ. നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളതാണ് അല്ലെ. ഇവ പൂക്കുന്നവയാണോ? അല്ല അല്ലെ. എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ അന്വേശ്വരി? ഇല്ല, എല്ലാ ചെടികളും എന്താക്കുന്നില്ല, പൂക്കുന്നില്ല അല്ലെ. സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് വേര്, തണ്ട്, ഇല എന്നിവയാണ് അല്ലെ. സസ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവ് ഉണ്ടാകുന്നു. പൂവ് പിന്നീട് കായായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല അല്ലെ. എല്ലാ പൂക്കളും എന്താണ്? കായായി മാറുന്നുമില്ല. ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? എന്താണ് ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് വെള്ളം ഇല്ലെങ്കിലും കുറെ കാലം ഇതിന്റെ ഇലമേൽ എന്താണ്? വെള്ളം സൂക്ഷിച്ചു വെക്കുക അല്ലെ. നീലക്കുറിഞ്ഞി നോക്കൂ. 12 വർഷത്തിലൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യമാണിത് നീലക്കുറിഞ്ഞി അല്ലെ. പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും. 3 മാസം വരെ വാടാതെ നിൽക്കുന്നതാണ് ഈ നീലക്കുറിഞ്ഞി അല്ലെ. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം ഈ നീലക്കുറിഞ്ഞിയാണ് അല്ലെ. അപ്പം 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്നതാണ് ഈ പൂവ്. പിന്നെന്താണ്? പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3 മാസം വരെ വാടാതെ നിൽക്കുകയും ചെയ്യും. ഓക്കെ. അപ്പം നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം എന്താണ്? ഈ നീലക്കുറിഞ്ഞിയാണ് അല്ലെ. സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? തണൽ നൽകുന്നു. പിന്നെന്താണ്? ഭക്ഷണം തരുന്നു അല്ലെ. മൃഗങ്ങൾക്കും നമുക്കൊക്കെ എന്താണ്? അതിന് ഫലങ്ങൾ കിട്ടുന്നു. പിന്നെന്തൊക്കെയാണ് നിങ്ങൾക്കറിയുന്നത് എഴുതുക കേട്ടോ. ഓക്കെ. സസ്യങ്ങൾ വെച്ച് പഠിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ അല്ലെ. സസ്യങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? നമ്മൾ സസ്യങ്ങളെ വെച്ച് പിടിപ്പിക്കണം അല്ലെ. ആ വ്യക്തികളൊക്കെ എന്താ? സംരക്ഷിക്കണം. എന്നിട്ട് ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലെ. വിലയിരുത്താം. താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തി അവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമെന്ന് എഴുതുക. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അവ ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ പ്രത്യേകതകളും എഴുതുക. ഏതൊക്കെയാണെന്നുള്ളത് എഴുതുക. പിന്നെ പൂക്കൾക്ക് ഉചിതമായ നിറം നൽകുക. നിങ്ങൾ ഈ നിറം തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികൾ എന്തൊക്കെയാണെന്ന് എഴുതുക. പല നിറങ്ങളിൽ പൂക്കളുള്ള ചെടികൾ എന്തൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ. നിങ്ങൾ നട്ടു വളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായി? ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഈ ചെടി നമുക്ക് മറ്റു ജീവജാലങ്ങൾക്കും എപ്രകാരം പ്രയോജനപ്പെടുന്നുവെന്നും എഴുതുക. ഓക്കെ. ദെൻ അപ്പം തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? പരിസരത്തുള്ള ഏതെങ്കിലും 5 സസ്യങ്ങൾ കണ്ടെത്തി താഴെ പറയുന്ന വിവരങ്ങൾ ചേർത്ത് ഹരിത കാർഡ് നിർമ്മിക്കുക. സസ്യത്തിന്റെ പേര് എഴുതുക. ഏത് വിഭാഗത്തിൽ പെടുന്നു എഴുതുക. ഔഷധിയാണോ? കുറ്റിച്ചെടി, മരം അല്ലെ. അതെ. പിന്നെ നടാൻ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? ഞാൻ പറഞ്ഞ ഇലയിൽ നട അല്ലെ. പിന്നെ കാണ്ടം അല്ലെ. തണ്ട് വെച്ച് നട. പിന്നെ വിത്തായിട്ട് നട അല്ലെ. അപ്പം നിങ്ങൾ പറയുന്ന നിങ്ങളെടുത്തിരിക്കുന്ന സസ്യത്തിന് ഇങ്ങനെയാണ് നിങ്ങൾ നടാൻ ഉപയോഗിച്ചതെന്ന് എഴുതുക. ഇലയുടെ പ്രത്യേകത എഴുതുക. പൂവിന്റെ പ്രത്യേകത എഴുതുക. കാണ്ഡത്തിന്റെ പ്രത്യേകത എഴുതുക. പല നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തി, റോസ് തുടങ്ങിയ ചെടികൾ കണ്ടിട്ടില്ലേ? ഓരോ ചെടിയുടെയും വ്യത്യസ്ത ഇനങ്ങളാണല്ലോ അവ. അത്തരത്തിലുള്ള വ്യത്യസ്ത ഇനം ചെടികൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വെച്ച് പിടിപ്പിക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പം നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. താങ്ക് യു.